രാധിക ഇനി ഈടെ ആണായിട്ട് ഞാനുണ്ട്. പിന്നെ ഈ എന്തിനാ ഓട്ടോ ഓടിക്കാൻ പോകുന്നു? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എനിക്കതൊന്നും കേൾക്കാൻ പറ്റൂല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയാം ഓട്ടോ മേടിച്ച്? അതെനക്കറിയൂല. കഷ്ടപ്പെട്ട് ഓട്ടോ മേടിച്ചാൽ മാത്രം പോരാ, ഓടിച്ച് 4 പൈസ ഉണ്ടാക്കണം. ദിവ്യമോൾ എൻ്റെ സ്വന്താ, ഞാനത് ആർക്കും കൊടുക്കൂല. ആരും ഇത് മോഹിക്കാൻ വേണ്ട, എനിക്ക് തന്നെ ഓടിക്കണം. വെറുതെ വേണ്ടപ്പാ, വാടക തരാം. എനക്കെൻ്റെ ഓട്ടോ വേണം. തരാൻ മനസ്സില്ല, നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കും. അല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് നല്ല ശീലല്ലേ. ഇത് എല്ലാം ഭാര്യ വരെ ചുട്ടിച്ചു നോക്കണം. ഇനി താക്കോലിങ്ങടുത്ത ഇനി കളിക്കാതെ താക്കോലിങ്ങെടുക്കാൻ തരില്ല. രാധിക വെറുതെ തൊള്ള ഓർക്കണ്ട. ഈ നാടകിനി അമ്മനെ കെപ്പിക്കണം. ഒന്നുമില്ലമ്മ, കഥ കടച്ചേര്. അമ്മ ഇച്ചിരി ഉപ്പുവെള്ളം എടുക്കോ? അമ്മ ഇതുവരെ ഓടി പൈസ അത് ഇനി തന്നെ വെച്ചേരും മോളെ. നിങ്ങൾ വെക്ക്, നമുക്ക് കുറേശ്ശെ കടങ്ങളൊക്കെ തീർക്കാം. ആ ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം, വിശന്നിരിക്കരുത്. ഇല്ല, പോട്ടെ. ഇനി എൻ്റെ ദിവ്യമോളെ കൊണ്ട് എവിടെയും പോണ്ട, താഴെ ഇറങ്ങും. മാറിയിക്ക് സജീവ, എനിക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയമായി. കുട്ടികളെ ഇന്നലെ വരെ ഞാനല്ല കൊണ്ടുപോയത്, എനക്കറിയാൻ കൊണ്ടുപോവാ. ഇറങ്ങിക്കോ. ഓരമ്മമാർ പറഞ്ഞു ഞാൻ കൊണ്ടുപോയാൽ മതിയെന്ന്. ഈ ടീച്ചറുമായിട്ടുള്ള ബന്ധം എനക്കറിയേ കേട്ടാ. ടീച്ചറല്ലേ എനിക്ക് ലൈസൻസ് എല്ലാം ശരിയാക്കി തന്ന്. നിങ്ങളെ കൂട്ടി ഞാൻ കാണുന്നുണ്ടേ, എന്നെ പൊട്ടനാക്കല്ലേ. മാറ് സജീവ. ഞാൻ മാറൂല. നിങ്ങൾ ഒരു ദിവസമെങ്കിലും കുട്ടികളെ സമയത്ത് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ ദിവസവും ലേറ്റായി ചെന്നതിന് എൽസി മോൾ എത്ര ദിവസം പുറത്ത് നിന്നിട്ടില്ലെന്ന് അറിയോ? അതല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ഓള് കരഞ്ഞിട്ടാ വീട്ടിൽ പോലെ. ഈ എന്ത് പറഞ്ഞാലും ഞാൻ മാറൂല. മാറ് സജീവ. മാറൂലടി. അനക്ക് അങ്ങനെ പോണമെങ്കിൽ എൻ്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി ഇറക്ക്. കാണുന്നു, ഇറക്ക് ഇറക്ക്.
ഓട്ടോ ആൻറ്റി എത്തിയോ? എൽസി, ദേ ഓട്ടോ ആൻറ്റി വന്നു. രാധികന് നേരത്തെ എത്തിയോ? നേരത്തെ ഒന്നും അല്ല ടീച്ചർ, കുട്ടികളെ മുഴുവൻ കയറ്റി വരുമ്പോഴത്തേക്കും കറക്റ്റ് ടൈം ആവും. ആന്റി ഇത് നോക്കിക്കേ, എന്റെ പുതിയ വാട്ടർ ബോട്ടിൽ. ഞാന് തലശ്ശേരിയിലെ ഡൗൺ ടൗൺ മോളിൽ പോയപ്പോ വാങ്ങിയതാ. അമ്പോ അടിപൊളി, പോവാം. ശരി, ബൈ മമ്മി. ബൈ ബൈ. ഞാൻ കുട്ടികളുടെ അമ്മമാരോട് പറഞ്ഞു ഇനി സ്ഥിരം രാധിക വരികയെന്ന്. എല്ലാരും ഹാപ്പിയാ. സജീവ, ഉം. നീ എവിടെയാ പോണേ? താലിബാനിലേക്ക്. എന്തിന്ന്? ഡാ, അതിന് എല്ലാവർക്കും സ്വന്തം വണ്ടിയുണ്ട്. ആരാത് കാണാനില്ലല്ലോ? ദിവ്യമോൾക്ക് ഇപ്പൊ ഓട്ടത്തോടെ ഓട്ടാ, മായിക്കാർക്ക് എല്ലാം ഇപ്പൊ പെണ്ണോട്ടോ മതി. എടാ, നീ വെറുതെ പബ്ജി കളിച്ചിരിക്കാണ്ട് ഭാര്യ പോയി 2 വീശ്, എന്നിട്ട് പോയി റെസ്റ്റ് എടുക്ക്. അതിനൊന്നും ഓനക്കൊണ്ട് ആ കേറിക്കോ. ചെല്ല്. ഡാ, അവന് മൊബൈലൊന്നും കൊടുക്കല്ലേ, അവൻ പരിപ്പെടുക്കും അതിന്റെ. എന്നാ ശരി, കാണാം. ആ ശരി. ഓക്കെടാ, പോയി വാ. എങ്ങോട്ടാ? സ്റ്റേഷനിലേക്കാ. കയറിക്കോ കയറിക്കോ. നിർത്തി നിർത്തി. 30 റുപ്യ. എവിടെയാ പോണ്ടേ? അത് പിന്നെ ചോദിക്കാറുണ്ടോ? റീജൻ ബാറിൽ കേറിക്കോ. ഈടെയും പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയ എന്താ പെണ്ണുങ്ങ ഓട്ടോ ഓടിച്ചാ? എന്നും വൈകിട്ട് പരിമളം ഭാഗവതിയെ തൊഴുത് റീജന്റ് ബാർക്ക് 2 വീശിയില്ലെങ്കിൽ മനസ്സിന് ഒരു സുഖവും ഇല്ല. കിടന്നാ ഉറക്കം വരില്ല. ആ എന്ത് വേണം? 40 റുപ്യ. 40 റുപ്യ? ഞാൻ നിങ്ങളുടെ ആട്ടോ ഓടിച്ച ദുബായിൽ നിന്നാ. നിങ്ങൾ പൈസ എടുക്ക്, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പരിമളത്ത് നേടത്തേക്ക് വരാൻ ഞാൻ സാധാരണ കൊടുക്കുന്ന 25 റുപ്യാണ്. ഓ, പെണ്ണോട്ടോക്ക് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും. ആ, പെണ്ണുങ്ങ പറയുന്ന പൈസ കൊടുക്കാൻ ഇവിടെ കുറെ കോന്തന്മാരും ഉണ്ടല്ലോ. ഇതാ പിടിച്ചോ ഇതിന്റെ പൈസ. ചേച്ചി ചേച്ചി, അങ്ങോട്ട് 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 പോട്ടെ, അങ്ങോട്ട് പോട്ടെ പോട്ടെ പോട്ടെ. ആ പോട്ടെ 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 പോട്ടെ. ആ ഒന്ന് ചാലക്കര പോണം. കേറിക്കോ. ഇന്ന് ഇഞ്ഞിടെ വന്നില്ലല്ലോ. നല്ല ഓട്ടം അല്ലേ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. കണ്ടില്ലേ ഒരാളിവിടെ റെസ്റ്റ് എടുക്കുന്നത്? രാവിലെ മുതലുള്ള ഇരിപ്പാ. സ്വന്തമായിട്ട് ഓട്ടോ ഇല്ലാത്ത ഓട്ടോക്കാരൻ. ഏയ് ഏയ്, നിങ്ങളെ പോണ്? ഏയ്, ഞാനെന്താ അവിടെ മാമാൻ കാണാൻ നിൽക്കുക? നിങ്ങളുടെ മുഖത്ത് എന്താ കണ്ണില്ലേ? എൻ്റെ ഉഴാത് ഇങ്ങോട്ട് വരി. അത് ശരി. ഇഷ്ടമുള്ളത് എഴുതാൻ പാടില്ല, ഇഷ്ടമുള്ളത് തിന്നാൻ പാടില്ല, ഇഷ്ടമുള്ള ഓട്ടോയിൽ കയറാനും പാടില്ല. പാടില്ല. കാണാൻ കൊള്ളാമെന്ന് പെൺപിള്ളേരൊന്ന് പല്ല് കാട്ടിച്ചിരിച്ചാൽ ഓരോരുത്തന്മാരുടെ വായിൽ വെള്ളം ഊറും. എല്ലാത്തിനും എന്നെ കുറ്റം പറയുന്നു. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയത് എൻ്റെ കുറ്റ. ബ്ലൈഡ് കിട്ടാൻ വീട്ടിൽ ഒന്ന് വായി തോന്നിയത് പറഞ്ഞതും എനിക്ക് ഓട്ടം കിട്ടാത്തതൊക്കെ എൻ്റെ കുറ്റ. ഞാൻ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഓളെ മംഗലം കഴിച്ചത്. ഈ ഒരു ഏറ്റും ചെയ്തിട്ടില്ല. മംഗലം കഴിച്ചാലെങ്കിൽ ഈ എന്നാവുന്ന ഞാൻ ആഗ്രഹിച്ചത്. ഒരു പരിചയമില്ലാത്തതിൻ്റെ കൂടെ മോളെ മംഗലം കഴിച്ചു വിടുമ്പോൾ ആ കുമാരൻ വൈശ്യരുടെ മനസ്സിലെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഓള് ഉണ്ടു കൊടുത്തും സുഖമായിട്ട് കയ്യിൽ നിന്ന് കാണാൻ. എന്നിട്ട് എന്താ ഓള് തുണി കൊടുക്കാതെ നടക്കുന്നത്? ആനക്കൊന്നും മനസ്സിലാവില്ല. ഇനി പോത്താ. ഓളല്ലേ എൻ്റെ ഓട്ടോ ഓടിച്ച് കടന്ന് ഇന്നെ അപമാനിക്കുന്നത്. എന്നിട്ട് ഓള് വമ്പത്തി, ഞാൻ പോത്ത്. ഈ ഒരു ഓട്ടോ ഓടിക്ക്. എൻ്റെ ഫ്രഞ്ചമ്മാവൻ പറഞ്ഞ പോലെ കൂലിക്കൊരു ഓട്ടോ എടുക്ക്. ബാക്കിയെങ്കിൽ എൻ്റെ ഉറക്കം തൂങ്ങിയാൽ ഏർപ്പാടൊന്നും നടക്കില്ല. പണിയെടുക്കണം, രാത്രിയൊന്നും പകലൊന്നും ഇല്ലാണ്ട്. ഞാൻ എന്തുവേണോ ചെയ്യാം. ഈ കൂലിക്കൊരു ഓട്ടോ ഏർപ്പാടാക്കിത്ത കാശുണ്ടാക്കി ഓൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. അങ്ങനെ വാ, വാശി ഉണ്ടാവണം ജീവിതമായാലും.
ഈ ഓട്ടോ വാടകയ്ക്ക് കൊടുക്കണ കുരിശോണിനെ അറിയോ? എനക്കൊരു കുരിശിനെ അറിയില്ല. നമ്മുടെ ബാലനറിയാം. ഓൻ വിചാരിച്ച് നടക്കും. ഈ ആ ബാലനെ കൂട്ടി പോയി കുരിശോണിനെ ഒന്ന് കാണാം. ഇനി എങ്ങനെയായാലും ഓട്ടോ എനിക്ക് സെറ്റാക്കി തരണം. നീ ധൈര്യമായിട്ടിരിക്കടോ, ഞാൻ ശരിയാക്കി തരാം. ഓടി ഞാൻ പറയുന്ന അപ്പുറം ഇല്ലാന്ന്. അയ്യോ, വീട് അടച്ചെടുക്കാണല്ലോ. ഇനി കുരിശുണ്ടാവോ? ഇവാ നോക്കാം. കുരിശല്ല, ഇനി മുതലാളിന്ന് വിളിക്ക്. മൊലാളി, മൊലാളി, ബെല്ലടിക്ക്. ആ നമസ്കാരം മൊലാളി. എന്താ വന്ന്? ഞാൻ ഇവിടുത്തെ ഓട്ടോക്കാരൻ ബാലനാ. ഈ ബാലനോ കീലനോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്താ വന്നത് അത് പറ. ഇത് സജീവൻ, എൻ്റെ ചങ്ങായി. ഇവൻ്റെ കാര്യത്തിനാ വന്നേ. എന്ത് കാര്യം? ഇവനൊരു ഓട്ടോ വേണം. സജീവൻ മാഗി സ്റ്റാൻഡിലെ ഓട്ടോക്കാരനാ. ഇവൻ്റെ ഓട്ടോ ഈ പഴയ മുതലാളി വിറ്റു. അതിന് ഇപ്പൊ ഒരു മോലാളി ഇവനെ ഒന്ന് സഹായിക്കണം. വയറ്റിപ്പഴപ്പിൻ്റെ കാര്യമാണ്. തരാം. ഈ ഗ്യാരണ്ടി നിൽക്കോ? ഞാൻ 100% ഗ്യാരണ്ടി വെക്കാം. കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ദിവസ വാടക 400 റുപ്യ. ഓടിയാലും ഓടിയില്ലെങ്കിലും എനക്കത് കിട്ടിയിരിക്കണം. എനക്കത് കിട്ടിയിരിക്കണം. ആ വാടക ഇച്ചിരി കുറച്ചുകൂടെ, ഒരു 300. ഒരു കാശ് കുറയ്ക്കൂല. ഓട്ടോ ഒന്ന് പച്ച പിടിച്ചാൽ കൂട്ടിത്തരാം. ദിവസ വാടക 400 റുപ്യ. ഒരു ചില്ലി കാശ് കുറയ്ക്കൂല. സമ്മതം അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ. അത് അല്ല, സമ്മതമാണ്. ആ എന്നാ 2 എണ്ണം ബാക്കിയുണ്ട്. മയ്യഴി മാതാവും വളവിൽ ഭഗവതിയും. ഏതാ വേണ്ടത്? ഏതാ ഓടണത്? 2 ഓടും. മയ്യഴി മാതാവ് മതി. എന്നാ നാളെ വന്ന് മയ്യഴി മാതാവിനെ കൊണ്ടുപോയിക്കോ. 2 ദിവസത്തെ അഡ്വാൻസ്. ആ മയ്യഴി മാതാവെ വാടക കൃത്യമായി കിട്ടണേ. സജീവൻ വന്നല്ലോ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടിപൊളി. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. സൂപ്പർ. ഞാൻ ആദ്യം കഴിക്കാം. നീ എല്ലാവർക്കും കൊടുത്തേക്ക്. എടുത്തോളൂ. മയ്യഴി മാതാവിന്റെ ചെലവാണ്. എടുത്തോ. എനിക്ക് 2 ദിവ്യമോളും മയ്യഴി മാതാവും ഇനി മാഹിയുടെ മത്സരിച്ചോടും. നല്ലതാ. ഞാൻ ആരോടും മത്സരിക്കാനില്ലപ്പാ. ഒരോട്ടം പോണല്ലോ. ചേട്ടാ ഇത് കേൾക്കും. ഓന്റെ കന്നി ഓട്ടോ കൈ നീട്ടൻ ചേട്ടന്റെ വക ആയിക്കോട്ടെ. ഏട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഓന്റെ ഒരു കഞ്ഞോട്ടും ഇല്ല. ചേട്ടാ ഏട്ടാ നിങ്ങൾ വാ. എന്തരാധികെ ഈടെ ചില നിയമങ്ങളുണ്ട്. മുന്നിൽ നിൽക്കുന്ന ഓട്ടോ ആദ്യം പോണ്ട്. നിങ്ങൾ കേറിക്കോ. കേറിക്കോ. എനിക്കിപ്പോ മുമ്പിലായാലും ബാക്കിലായാലും ഏതിലായാലും പോയാൽ മതി. കന്നി ഓട്ടല്ലേ ചേട്ടാ. അവൻ വാ ചേട്ടാ. കേറിക്കോട്ടാ. നിങ്ങൾ കേറിക്കോ. ഇങ്ങനെ വാശി പിടിക്കാതെ അധികേ. ഓനും ഓടട്ടെ. കന്നി ഓട്ടോ അങ്ങനെ പോയി പോയാട്ടെ. നേരെ നോക്കി തന്നെ പോയാട്ടെ. ഓട്ടോ സജീവ, നീ വണ്ടി കയറ്റി ലൈനിലിട്. ചിലരെയൊക്കെ വിചാരം ഞാൻ തോറ്റു തൊപ്പിയിട്ടു എന്നാ. അങ്ങനെ തോക്കുന്നവനല്ലമ്മേ ഈ സജീവൻ. ദിവ്യമോള് നാട് മുഴുവൻ വിലസി നടക്കുന്നുണ്ട്. ചിലർക്കൊക്കെ അസൂയാമ്മ. ഇനി മയ്യഴി മാതാവുമായിട്ട് വിലസാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കാണാൻ ചിലരുടെയൊക്കെ അസൂയ. വിലസി നടക്കുമെന്നറിയില്ല. ഇനി മയ്യഴി മാതാവിന്റെ മടിയിലായിരിക്കും റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. മയ്യഴി മാതാവിന്റെ മടിയിലാണോ മാതാവിനെ കെട്ടിപ്പിടിച്ചാണോ കിടക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് മറ്റുള്ളവർക്ക് എന്താ ചെയ്തോ അമ്മേ? അമ്മ, പുരുഷ ജോണിക്ക് ദിവസം 400 റുപ്യ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അയാൾ ഗുണ്ടകളയച്ച് മാതാവിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. നമുക്കത് ഉടനെ കാണാം. ഈശ്വര, എനിക്കൊന്നും തെറ്റിയുന്നില്ല. ആ പിന്നെ ഒരു കാര്യമ്മ, കുരിശ് ജോണിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി കെഞ്ചിക്കൊണ്ട് എൻ്റെ അടുത്താരും വരണ്ട. ഞാനൊരു ചില്ലി കാശ് കൊടുക്കൂല. ഇതാമ്മ. അമ്മ ഒന്ന് വഴിന്ന് മാറാവോ? പോ. വാമ്മ. കോപ്പാലത്തേക്കൊന്ന് പോണം. കരുകളി. സജീവനെ ഇന്ന് കണ്ടില്ലല്ലോ. ആ കുരിശു ജോണിയുടെ ഓട്ടോ ഏർപ്പാടാക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഓൻ വാടക കൃത്യമായി കൊടുക്കുമെന്ന്. പണ്ടത്തെ ഓൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇതുവരെ ഒരു ദിവസം പോലും ഓൻ വാടക മുടക്കിയിട്ടില്ല കേട്ടോ. ഓടി കിട്ടുന്നതിന്റെ ബാക്കി പൈസ കൃത്യമായിട്ട് അമ്മ കൊണ്ടു കൊടുക്കും. പൈസ ഉണ്ടാക്കണമെന്നൊരു വാശിയായിപ്പം.
പുലർച്ചെ തന്നെ ഓട്ടോ എടുത്തു പോകും. അത് തന്നെ നല്ല കാര്യം. ഇതാ വരുന്നുണ്ട്. വണ്ടി ഓട്ടം പോവോ? എങ്ങോട്ടാ? തീർത്ഥപാറിലേക്ക്. ആ ശരി. ഇനി ഇതൊരു ഓട്ടം പോയില്ലേ? ആ ഒരു തുണ്ടോടി നീ എനക്ക് നോട്ടം മോശ. പോട്ടെ പോട്ടെ. എത്രയായി? 35. ഹലോ നിക്ക് ശരി. എങ്ങോട്ടാ? വണ്ടി വിടുവോ നിങ്ങളെ പറയാം. ഇവിടെ എന്താ മീറ്റിടത്തില്ലേ? ഞങ്ങ മാഹിക്കാരൻ മീറ്റർ ഇടാതെ ഓടുന്നവരാ, അറിഞ്ഞൂടെ? ഞാൻ മാഹിക്കാരനല്ല, ഞാൻ ഗണേശൻ കോൺട്രാക്ടർ. ഇയാളെ അറിയില്ലേ? പ്രകാശൻ വള്ളൂർ, കവിയാ, നിമിഷ കവി. ഇനിയിപ്പോ ഇയാള് സിനിമയില് പാട്ടെഴുതാൻ പോവാ. മനസ്സിലായി മനസ്സിലായി. കവികൾക്കൊക്കെ മാഹിയിൽ വന്നാലേ കവിത വരുള്ളൂ. ചന്തമുള്ള കാക്ക കുയിലേ എന്തേ നിൻ മാന്തളിർ കണ്ണിൽ കാക്കിയുടുത്ത പെണ്ണിൻ്റെ മന്ദാര സൗന്ദര്യം ആദക സൗന്ദര്യം. എടുത്തേക്കാ പോണ്ടേ നിങ്ങൾ പറയുന്നുണ്ടാ? എന്റെ വീട്ടിലേക്ക് അറിഞ്ഞൂടെങ്കിലേ നമുക്ക് ലാലേട്ടൻ പറഞ്ഞ പോലെ ചോദിച്ചു പോവാം. ചോദിച്ചു വാ. ചന്തമുള്ള കാക്കക്കുയിലേ എന്തേ നിൻ മാന്തളിർ കണ്ണിൽ കാക്കിയുടുത്ത പെണ്ണിൻ മന്ദാര സൗന്ദര്യം മാദക സൗന്ദര്യം. ഇറങ്ങിപ്പോടോ. ഇതുവരെ എവിടെയാണ് പൈസ അയച്ച് ഇറങ്ങിക്കോ നിങ്ങൾ. ഇത് ഈടെ തന്നെയാ വീട്, മമ്മി മുക്കില്. ഈ ഞാളെ അടയിറക്കിട്ട് പോക്കോ. നടക്കാൻ വയ്യാഞ്ഞിട്ടാ പെങ്ങളെ, കാലിൽ സന്ധിവാദ. ആന്ന് സത്യവാദം. വീട് നിർത്തിക്കോ. ഇതാ വീട്. നിർത്ത്. 70. ഇതാ ബാക്കി വെച്ചോ. വേണ്ട, വാ വീട്ടിൽ കയറിയിട്ട് വാ. വീട്ടിൽ വേറെ ആരും ഇല്ല. എന്നാ പിന്നെ ഒരു സെൽഫി എങ്കിലും. അങ്ങനെ അങ്ങ് പോയാലോ? ആഹാ, വാ അകത്തേക്ക് വാ. എനിക്കറിയായിരുന്നു ഈ വരുമെന്ന്. ആര്യപുത്രി ആകതയായാലും എന്താ ആടി ഉണ്ടായത്? അതാ ഒരു മാഹി സെൽഫി കഥ. നീ എന്താ ഇത്ര വൈകിയേ? മണി 10 കഴിഞ്ഞ്. ഞാൻ ഓട്ടം നിർത്തി വീട്ടിലേക്ക് വരുമ്പോ തലശ്ശേരിയിലേക്ക് ഒരു ഓട്ടം കിട്ടി. അത് കഴിഞ്ഞ് വന്നപ്പോ മേനപ്പുറത്തേക്ക്. രാത്രി ലേറ്റ് ആയിട്ടോടെ ഇരട്ടി പൈസ കിട്ടുമ്മ. ഇനി ഒന്ന് ചാർജ് ഊത്തി. നീ ഇരിക്കേ, ഞാൻ ചോറെടുക്കാം. എനക്ക് വിശപ്പില്ല. തലശ്ശേരിന്ന് നല്ല പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ടുണ്ടാവും. കൈമ ഇപ്പൊ നല്ല പൈസയല്ലേ.
അമ്മേ അമ്മേ ഇതേ 1500 ഉറുപ്പ്യുണ്ട്. ആ ബ്ലൈഡ് കിട്ടുന്ന കൊടുത്തേക്ക്. അതിന്റെ പലിശ അത് മുഴുവനും ഓള് കൊടുത്തല്ല. നീ ആ ബാങ്കിലെ പൈസ അടച്ചു തീർക്കാൻ നോക്ക്. ആ പലിശ ഓള് കൊടുത്തിട്ടുണ്ട്. അമ്മേ, അടുത്ത മാസം നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങണം. ഇപ്പൊ കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി ഇൻസ്റ്റാൾമെന്റിൽ കൊടുത്താൽ മതി. ഫ്രിഡ്ജൊക്കെ പിന്നെ വാങ്ങാം മോളെ. മോള് കാശുണ്ടാക്കി സ്വന്തമായിട്ടൊരു ഓട്ടോ വാങ്ങാൻ നോക്ക്. എനക്കെന്തിനാ വേറെ ഓട്ടോ? എനക്ക് എന്റെ ദിവ്യമോളില്ലേ? അത് ഓൻ്റെ അല്ലേ. ഓനിപ്പോ കൂലിക്കല്ലേ ഓടണേ. ദിവ്യമോള് ഞാൻ ആർക്കും കൊടുക്കൂല. ആവശ്യമുള്ളൊരു വേറെ ഓട്ടോ വാങ്ങട്ടെ. അമ്മ ഇച്ചിരി ചൂടുള്ള വേണ്ട. ഹലോ ടീച്ചർ. ആ, നാളെ രാവിലെയോ? ആ, ഞാൻ വരാം. ശരി ടീച്ചർ. മമ്മി പപ്പ പപ്പ എൽസി വന്നിങ്ങോട്ട്. മമ്മി വരാനല്ലേ പറഞ്ഞെ? മമ്മി മമ്മി എനിക്ക് പപ്പയുടെ അടുത്ത് വേണ്ട, വാ ഇങ്ങോട്ട്. എനിക്ക് പോണം. വേണ്ട എനിക്ക് പോണം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? വാ ഇങ്ങോട്ട്. ഓട്ടോ ആന്റി, ഞാൻ എന്റെ പപ്പയെ കണ്ടു. മമ്മി മിണ്ടാൻ സമ്മതിച്ചില്ല. കണ്ടോ? ഏടാ? ആടെ പള്ളിയിലുണ്ട്. പപ്പ മോളോടൊന്നും മിണ്ടിയില്ലേ? എൽസി കേറ്. മമ്മി ഈ വണ്ടി എടുക്ക. തിരക്കില്ലെങ്കിൽ വാ, കേറിട്ട് പോ. എനിക്ക് എന്ത് തിരക്കാ ടീച്ചറെ? മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ചെല്ല്. ഇരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ട ടീച്ചർ, ചായ ഒന്നും വേണ്ട. കെറ്റിലുണ്ട്, ഞാൻ എടുക്കാം. മോക്ക് നല്ല വിഷമായി. കുറേ നാളിന് ശേഷം ഓള് പപ്പയെ കാണുന്നത്. മോളെ പപ്പേൻ്റെ അടുത്തേക്ക് വിടായിരുന്നു. അങ്ങനെ ഒരു സെൻറ്റിമെൻസിൻ്റെ ആവശ്യമില്ല. എല്ലാം അവസാനിക്കാറായില്ലേ? ഒന്നുകൂടെ ആലോചിച്ചൂടെ എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുന്നേ? ഇനി എന്താ ആലോചിക്കാൻ? 2 മാസം കൂടി കഴിഞ്ഞാൽ ഡിവോഴ്സ് അനുഭവിച്ചു കിട്ടും. അകലാൻ എളുപ്പാ ടീച്ചർ.
നീ എന്തിനാ കട്ടിൽ കിടക്കുന്നത്? എനിക്ക് ഉറക്കം വന്നിട്ട്. ഇന്നലെ വരെ നീ താഴെയല്ല കിടന്ന്, ഇനി താഴെ കിടന്നാൽ മതി. എണീക്ക്. നിങ്ങൾ ഇവിടെ വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നു. നിന്റെ അടുത്ത് ഞാൻ കിടക്കൂല. എന്നാ വേണ്ട. എണീറ്റേ, എണീക്ക്. നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. നിങ്ങൾ ആരെ മുന്നിലും തോക്കരുതെന്നേ എനിക്കുള്ളൂ. ടീച്ചർ, ടീച്ചർ. ഹായ് ആന്റി. ആഹാ, ഇത് എന്താ പുതിയ കുപ്പായിലിട്ട് സുന്ദരിയായിട്ട്? ഇന്ന് യൂണിഫോം ഇല്ലേ? ഈ ആന്റിക്ക് ഒന്നും അറിയില്ല. ഇന്നെന്റെ ബർത്ത്ഡേ ആ. അമ്മോ. ബർത്ത്ഡേക്ക് ആരെങ്കിലും യൂണിഫോം ഇടോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പോവാം. ആ പോട്ടെ ടീച്ചർ. എല്ലാവർക്കും ചോക്ലേറ്റ്സ് കൊടുക്കണേ. ഓട്ടോ ആൻറ്റിക്ക് ആദ്യം കൊടുക്കാം. ബൈ മമ്മി. ബൈ. പോട്ടെ ടീച്ചർ. ടാറ്റാ. ടാറ്റാ. പോവാം. ബൈ. ബൈ. ഒന്ന് സ്പീഡിൽ പോ ആന്റി. ഈ ചോക്ലേറ്റ് എന്റെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കാനുള്ളതാ. ആദ്യത്തെ ചോക്ലേറ്റ് ആന്റിക്ക്. ഒന്ന് സ്പീഡിൽ പോ ആന്റി. ഈ ചോക്ലേറ്റ് എന്റെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കാനുള്ളതാ. ആദ്യത്തെ ചോക്ലേറ്റ് ആന്റിക്ക്. പുറമെ വലിയ ഇഞ്ചുറി ഒന്നും കാണാനില്ല. CT സ്കാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ MRI കൂടി എടുക്കണം. തലയ്ക്കകത്ത് വല്ല പൊട്ടലോ ഇഞ്ചുറി ഉണ്ടോ എന്ന് അറിയണം. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോളാം. മോനെ എന്താ അന്നേ ഞാൻ പറഞ്ഞതാ, ഓട്ടോ ഓടിക്കുന്ന പണി പെമ്പിള്ളേർക്ക് പറ്റിയതിനകത്ത് ആരും കേട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ, അനുഭവിച്ചോ. നിങ്ങളിങ്ങനെ മോളെ കണ്ടോ? ഏടെയാ ഓള് കിടക്കണത്? ഞാനത് പോയി നോക്കട്ടെ. നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോണ്ട, കാണാരെ സമ്മതിക്കൂല. ആരാ എന്നെ തടയാൻ? ഇതിലും വലിയ ICU ഫ്രാൻസിലുണ്ട്, അവിടെ ആരും എന്നെ തടഞ്ഞിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ അടയ്ക്ക് പോണ്ടെന്നല്ലേ പറഞ്ഞു? ആ മോനെ
നീ ആ കുഞ്ഞിനെ ഒന്ന് പോയി കാണുന്നില്ലേ? ഈ കുട്ടിയെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? എത്തിച്ചിനേനും പക്ഷേ അപ്പോഴത്തേക്ക് കുട്ടി സ്പോട്ടിൽ തന്നെ പോയി. ഇതിപ്പോൾ ബോഡി എപ്പോഴാണ് എടുക്കുക? വല്ലതും ആ നിൽക്കുന്ന ടീച്ചറുടെ ആങ്ങളെയാ, ഓനറിയാം. ഓ, ഓരോട് ചോദിക്ക്. എന്താ പേരാളുടെ? പേരെന്താ പുള്ളിയുടെ? നിവിൻ. നിവിൻ. പള്ളിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ? അതൊക്കെ മൂപ്പർക്കറിയാം. എപ്പോഴാണ് അടക്കമൊക്കെ? മോള് പപ്പ വരാണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഓ, ഓക്കെ. എന്താ എന്താ അയാളൊന്നും ശരിയല്ല. ദേവൻ, ഇപ്പൊ അകത്തോട്ട് കയറാൻ നിൽക്കണ്ട, പൊക്കോ. എന്നെ അറിയാം, കുഞ്ഞിനെ ഒന്ന്. എല്ലാം അറിയാം, അതാ പൊക്കോളാൻ പറഞ്ഞ. നീ പോകാൻ നോക്ക്. രാധികയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ആള് സ്റ്റേബിളാണ്. രാവിലെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയാം. മോളെ മോളെ എന്താ മോളെ മോളെ സിസ്റ്റർ സിസ്റ്റർ മോളെ 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 എന്തു പറ്റി എനക്ക്? മോളെ എന്താ മോളെ? എന്തെല്ലോ പറയുന്നു, ഒന്നും തിരിയുന്നില്ല. എനിക്ക് പേടി വന്നു. എനക്കെന്തു പറ്റി? ഷോക്കിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വിഭ്രാന്തി ഇത്. ആക്സിഡൻറ്റ് കേസസിൽ സാധാരണ ഇത് സംഭവിക്കാറുള്ളതാ. ക്രമേണ അതങ്ങ് മാറിക്കോളും. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ കിടക്കണം. പിന്നെ ഒരു കാര്യം, ആ കുട്ടിയുടെ ഡെത്ത് തൽക്കാലം അറിയിക്കട്ട. സമയമാകുമ്പോൾ നമുക്കെന്നെ പറയാം. അമ്മേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോന്നേ. മോനെ, ആടേന് ബാക്കി എത്ര കൊടുക്കേണ്ടി വരും? എന്നറിയാം. ഓക്ക് വേണ്ടി ഒരു വെള്ളാട്ടം നേർന്നിട്ടുണ്ട് ഞാൻ. ഭഗവതി കാത്തു. ഇറങ്ങണേ. സജീവ, നമ്മ എപ്പാ വീട്ടിൽ പോന്നെ? ഉടനെ പോവാം. എൽസി മോളെ സജീവനാന്നോ സ്കൂളിൽ കൊണ്ടാക്കുന്നത്?
ഇന്നിറങ്ങിയ എനിക്ക് എൽസി മോളെ പോയി കാണണം.